നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. അതായത് മഡ് വോൾക്കാനോ എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ബരാതാങ്ങിൽ 20 വർഷത്തിലധികമായി നിഷ്ക്രിയമായിരുന്ന അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് പൊട്ടിത്തെറി ഉണ്ടായത്. അവസാനമായി 2005-ലാണ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത്. പോർട്ട് ബ്ലെയറിൽ നിന്നും 150 കിലോമീറ്റർ അകലെയാണ് ബരാതാങ്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഇവിടെ വിനോദസഞ്ചാരം നിരോധിച്ചിരിക്കുകയാണ്. അഗ്നിപർവ്വതങ്ങൾ ലാവ പുറന്തള്ളുമ്പോൾ മഡ് വോൾക്കാനോ ചെളിയും മണ്ണും വെള്ളവുമാണ് പുറത്തേക്ക് ഒഴുകുന്നത്. കൂടാതെ അപൂർവമായ പ്രകൃതി വാതകവും പുറത്തേക്ക് വരാറുണ്ട്. മറ്റുള്ള അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെ തീയോ ചൂടോ പുകയോ ഇവയ്ക്ക് ഉണ്ടാകാറില്ല. ഭൂമിയുടെ ഉള്ളിലെ അഴുകിയ ജൈവ വസ്തുക്കളിൽ നിന്നുള്ള വാതകങ്ങൾ ചേർന്നാണ് ഇവിടെ ചെളി അഗ്നിപർവ്വതം രൂപം കൊള്ളുന്നത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 കാതടിപ്പിക്കുന്ന ശബ്ദത്തോടെയാണ് സ്ഫോടനമുണ്ടായിരിക്കുന്നത്. ഇതിനു മുൻപ് 2005-ലാണ് സമാന പൊട്ടിത്തെറി ഉണ്ടായത്. സ്ഫോടനത്തിന്റെ ഫലമായി പ്രദേശത്ത് 4 മീറ്റർ ഉയരത്തിലാണ് മൺകൂന രൂപപ്പെട്ടിരിക്കുന്നത്. 1000 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയിൽ ചെളി വ്യാപിച്ചു കിടക്കുകയാണ്. ചെളി അഗ്നിപർവ്വതങ്ങൾ എന്ന് പേരൊക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥ അഗ്നിപർവ്വതങ്ങളുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ലാവയ്ക്ക് പകരം ചെളിയും വെള്ളവും അടങ്ങിയ മിശ്രിതമാണ് മഡ് വോൾക്കാനോകൾ പുറത്തേക്ക് തെറിപ്പിക്കുന്നത്. ഇതിനൊപ്പം വലിയ അളവിൽ പ്രകൃതി വാതകവും ചിലപ്പോൾ പുറത്തേക്ക് വരും. സാധാരണ അഗ്നിപർവ്വതങ്ങളെ പോലെ തീയോ കടുത്ത ചൂടോ പുകയോ ഒന്നുമില്ലാത്തതിനാൽ ഇവ അധികം ശ്രദ്ധിക്കപ്പെടാറില്ല. സാധാരണ അഗ്നിപർവ്വതങ്ങൾ ലാവ പുറന്തള്ളുമ്പോൾ അതിനു പകരം ചെളിയും വെള്ളവും അടങ്ങിയ മിശ്രിതമാണ് മഡ് വോൾക്കാനോകൾ പുറത്തേക്ക് തെറിപ്പിക്കുന്നത്. ഇതിനൊപ്പം വലിയ അളവിൽ പ്രകൃതി വാതകവും ചിലപ്പോൾ പുറത്തേക്ക് വരാം. ഈ വാതകത്തിന് ഏതെങ്കിലും രീതിയിൽ തീ പിടിച്ചാൽ വലിയ സ്ഫോടനവും മണിക്കൂറുകളോളം കത്തിയിരുന്ന് തീയും ഉടലെടുക്കും. ചെളി അഗ്നിപർവ്വതങ്ങൾ പൊതുവെ ജലത്തിൽ തങ്ങളുടെ പ്രവാഹത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ദ്വീപിന്റെ കേന്ദ്രത്തിലായാകും സ്ഥിതി ചെയ്യുക. എന്നാൽ ചിലത് വെള്ളത്തിനടിയിലോ കരയുടെ ഉപരിതലത്തിനടിയിലോ മറഞ്ഞുകിടക്കും. ചെളിപ്രവാഹം ഉണ്ടാകുമ്പോൾ മാത്രമാകും ഇവയുടെ പ്രവാഹ കേന്ദ്രം പുറത്തേക്ക് കാണപ്പെടുന്നത്. സാധാരണ അഗ്നിപർവ്വതങ്ങളെ പോലെ ഇവയെ ചുറ്റിപ്പറ്റി തീയോ ചൂടോ പുകയോ ഒന്നുമില്ലാത്തതിനാൽ ഇവ ശ്രദ്ധിക്കപ്പെടാറില്ല. എന്നാൽ പ്രവാഹമുണ്ടായി കഴിഞ്ഞാകും യഥാർത്ഥ ദുരന്തം എത്തുക. ലോകത്ത് ഇതുവരെ 1000-ലധികം ചെളി അഗ്നിപർവ്വതങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. ഇതിൽ 400 എണ്ണവും അസർബൈജാനിലാണുള്ളത്. ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങളുടെ ആധിക്യം മൂലം ലാൻഡ് ഓഫ് ഫയർ എന്ന പേരിലും അസർബൈജാൻ അറിയപ്പെടാറുണ്ട്. ഇവിടെയുള്ളവ വളരെ സജീവവും ആക്രമണാത്മക കൂടുതലുള്ളതുമാണെന്ന് ഭൂമിശാസ്ത്രജ്ഞർ പറയുന്നു. അസർബൈജാൻ കൂടാതെ റഷ്യ, ബൾഗേറിയ, ഇറ്റലി, റുമേനിയ, ജോർജിയ, തുർക്ക്മെനിസ്ഥാൻ, ഇന്തോനേഷ്യ, ഇറാൻ, പാകിസ്ഥാൻ, US, വെനസ്വല, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ പ്രതിഭാസം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ആൻഡമാൻ ദ്വീപുകളിലെ ചില മേഖലയിൽ ഇവയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. ഭൂമിയിൽ മാത്രമല്ല ചൊവ്വയിലും ചെളി അഗ്നിപർവ്വതങ്ങളെന്ന് സംശയിക്കുന്ന ഗർത്തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്.